ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച രണ്ട് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഡിക്സൺ ടെക്നോളജി ഇന്ത്യ ലിമിറ്റഡ്. ഡിക്സൺ ടെക്നോളജി ഇന്ന് 1.72% ഉയർന്ന് 17,520 ക്ലോസിംഗ് നൽകി. 1 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 143, 52 വീക്കിലോ 5,782, 52 വീക്ക് ഹൈ 19,148. ഡിക്സൺ ടെക്നോളജിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 77.5% വർദ്ധിച്ച് 96 കോടിയിൽ നിന്നും 171 കോടിയിലേക്ക് ഉയർന്നു. സീക്വൻഷ്യലി പ്രോഫിറ്റിൽ 56% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കൺസോളിഡേറ്റഡ് റവന്യൂ ഇയർ ഓൺ ഇയറിൽ 117% വർദ്ധിച്ച് 4,818 കോടിയിൽ നിന്നും 10,453 കോടിയിലേക്കെത്തി. കമ്പനിയുടെ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസ് സെഗ്മെൻറ്റിലെ റവന്യൂവിൽ 32%-ഓളം ഇടിവ് വന്നിട്ടുണ്ട്. അതേസമയം റവന്യൂ ഫ്രം ഹോം അപ്ലയൻസ് 9%-ഓളം വർദ്ധിച്ച് 315 കോടിയായി ഉയരുകയും ചെയ്തു. ലൈറ്റിംഗ് പ്രൊഡക്റ്റിൽ നിന്നുള്ള റവന്യൂ 7% വർദ്ധിച്ച് 201 കോടിയായി മാറി. കമ്പനിയുടെ എബിറ്റ ഇയർ ഓൺ ഇയറിൽ 113% വർദ്ധിച്ച് 187 കോടിയിൽ നിന്നും 398 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ഡീസൻ്റ് ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് 19,000-ൽ നിന്നും കറക്റ്റ് ആവുകയും സ്റ്റോക്കിന് 16,000-അടുത്തിൽ സപ്പോർട്ട് ലഭിക്കുകയും ചെയ്തു. അവിടെ നിന്നും സ്റ്റോക്ക് വീണ്ടും അതിൻ്റെ പ്രീവിയസ് റെസിസ്റ്റൻസായ 18,500 എന്ന ലെവലിനെ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി നീങ്ങുകയാണ്. 18,500, 19,000 തുടങ്ങിയ റേഞ്ചുകളിലാണ് സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫർദർ ബ്രേക്കൗട്ട്, അതായത് ഏകദേശം 2,000 പോയിൻറ്റിൻ്റെ അപ്സൈഡ് ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. മികച്ച ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട മറ്റൊരു സ്റ്റോക്ക് APL അപ്പോളോ ട്യൂബ് ലിമിറ്റഡ് ആണ്. 1,592 രൂപയാണ് സ്റ്റോക്കിൻ്റെ വില. 52 വീക്കിലോ 1,305, 52 വീക്ക് ഹൈ 1,728, 43,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 75.76. APL അപ്പോളോ ട്യൂബിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 30% വർദ്ധിച്ച് 217 കോടിയായി ഉയർന്നു. കമ്പനിയുടെ പ്രോഫിറ്റ് 166 കോടിയിൽ നിന്നും 217 കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 30% വർദ്ധിച്ച് 4,177 കോടിയിൽ നിന്നും 5,432 കോടിയിലേക്ക് എത്തുകയും കമ്പനിയുടെ എബിറ്റ 281 കോടിയിൽ നിന്നും 346 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കമ്പനിയുടെ എബിറ്റ മാർജിൻ 6.4%-ൽ നിന്നും 6.7%-ലേക്ക് ഉയരുകയും ചെയ്തു. സെയിൽസ് വോളിയം 37% വർദ്ധിച്ച് 8,28,000 ടണ്ണായി മാറി. കൂടാതെ സെയിൽസിൽ 56%-ഓളം വർധനവ് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ എബിറ്റയിൽ 129%-ഓളം വർധനവുണ്ടാവുകയും ക്യാഷ് ഫ്ലോ 26% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 2.7 ബില്യനായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. APL അപ്പോളോ ട്യൂബിൻ്റെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽസിലും ഇംപ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. കമ്പനിയുടെ ROEയും ROCEയും അപ്ഗ്രേഡ് ആവുകയും ചെയ്തു. കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസ് നോക്കിയാലും മികച്ചതാണ്. കമ്പനിയുടെ 9 മാസത്തെ കൺസോളിഡേറ്റഡ് പെർഫോമൻസ് നോക്കിയാൽ അവിടെ കുമുലേറ്റീവ് സെയിൽസ് 19% വർദ്ധിച്ച് ഏകദേശം 23 ലക്ഷം ടണ്ണായി ഉയരുകയും ചെയ്തു. മികച്ച ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ APL അപ്പോളോ ട്യൂബ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. സ്റ്റോക്ക് 1,400 എന്ന സപ്പോർട്ടിനും 1,700 എന്ന റെസിസ്റ്റൻസിനും ഇടയിൽ റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് നടത്തുകയാണ്. 1,600-അടുത്ത് ലഭിക്കുന്ന സ്റ്റോക്കിൽ 100 പോയിൻറ്റിൻ്റെ അപ്സൈഡ് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. വരും സമയങ്ങളിൽ 1,700 എന്ന റേഞ്ചിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1,800, 1,900 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ ശേഷിയുള്ള ഒരു സ്റ്റോക്കാണ് APL അപ്പോളോ ട്യൂബ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.